The Lord said to Joshua, see, you need to take position, stand firm and see. 3 കാര്യങ്ങളാണ്. ടേക്ക് പൊസിഷൻ, സ്റ്റാൻഡ് ഫേം ആൻഡ് സീ. ഉറച്ചു നിൽക്കുക. ഈ യുദ്ധത്തിൽ നീ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നീ പങ്കാളിയാകണ്ട, പാർട്ട്ണർ ചെയ്യേണ്ട എന്ന് ദൈവം പറയേണ്ട കാര്യമാണ്. കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പ്രഭുക്കന്മാരായിട്ട് 12 പേരെ അയക്കും. മോശ 12 പേരെ അയക്കുമ്പോൾ യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി 10 പേര് പറയുവാണ്, വി കനോട്ട് കോൺകർ ദ ലാൻഡ്. പക്ഷെ ദൈവം എന്നാ പറഞ്ഞെന്നറിയോ? ഐ ഹാവ് ഗിവൺ ദ ലാൻഡ് ഇൻ യുവർ ഹാൻഡ്. നിന്റെ കയ്യിൽ ഞാൻ ദേശത്തെ തന്നിരിക്കുന്നു, അതുകൊണ്ട് നീ ദേശത്തെ പോയി ഉറ്റുനോക്കിയിട്ട് വരണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നീ യുദ്ധം ചെയ്യേണ്ട, ഞാൻ യുദ്ധം ചെയ്തിട്ടാണ് നിനക്ക് തന്നത്, അല്ലെങ്കിൽ വാഗ്ദത്തം നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുകയാണ്. അപ്പോൾ നീ പോയി, യു നീഡ് ടു ജസ്റ്റ് അപ്രൈസ് ദ ലാൻഡ് ആൻഡ് കം ബാക്ക്. ഇവരാൽ ദേശത്ത് പോയി ദേശത്തിലെ മുന്തിരിക്കൊലയും പാല് തേനും ഒഴുകുന്ന ദേശമാണെന്ന് മനസ്സിലാക്കി ഇതുകൊണ്ട് മോശയുടെ കൈ കൊടുത്തിട്ട് പറയുവാണ്, താങ്കൾ പറഞ്ഞതുപോലെ അത് പാല് തേനും ഒഴുകുന്ന ദേശം തന്നെയാണ്, പക്ഷേ നമുക്ക് ആ ദേശത്തെ അവകാശമാക്കാൻ പറ്റില്ല. സംശയം മാത്രം കയറി വരുവാണ്, പറ്റില്ല. എന്നിട്ട് പറയുവാണ്, വി കനോട്ട് കോൺകർ ദ ലാൻഡ്. ആക്ച്വലി സ്പീക്കിംഗ്, ഹു ആസ്ക്ഡ് യു ടു കോൺകർ ദ ലാൻഡ്? നമുക്ക് ആ ദേശത്തെ അവകാശമാക്കാൻ പറ്റില്ല, യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. കഥാവ് പറഞ്ഞോളൂ, യു ഗോ ആൻഡ് സീ. നീ പോയി നോക്കിയിട്ട് വാ. ഇവിടെ അതാണ്, യു ഹാവ് ടു സീ. അപ്പോൾ ദൈവം പറയുന്ന വാക്കിനെ അവിശ്വാസത്താൽ സംശയിക്കാതെ സീറ്റ് നോക്കുക, സ്റ്റാൻഡ് ഫേം, ടേക്ക് പൊസിഷൻ. നിങ്ങൾ പോയി നോക്കുക, ദൈവം നിനക്ക് വേണ്ടി വരുത്തുന്ന അത്ഭുതങ്ങളെ നിങ്ങൾ കാണുക.